അപ്പോൾ CSR ഫണ്ട് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടിയുമായി അനന്തകുമാർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ അനന്തു കൃഷ്ണന്റെ ട്രസ്റ്റിലൊക്കെ അംഗമായിട്ടുള്ള അനന്തകുമാർ, ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ 24 ചേരുന്നുണ്ട്. ഉമേഷിലേക്ക്, അനന്തകുമാറിലേക്ക്. ഗുഡ് മോർണിംഗ് അഷ്മി. എന്തായാലും നമുക്ക് നേരിട്ട് തന്നെ അദ്ദേഹത്തിലേക്ക് പോവാം. സായിഗ്രാമം ആനന്ദകുമാർ, അദ്ദേഹം വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തന രംഗത്തുള്ളതാണ്. എന്തായാലും അദ്ദേഹം കേസിലിപ്പോൾ പ്രതിയായിട്ടുമുണ്ട്. സാർ, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് തന്നെ കടക്കാം. താങ്കളിപ്പോൾ ഒരു കേസിൽ പ്രതിയാണ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? നാഷണൽ NGOs കോൺഫെഡറേഷൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ അകത്ത് ഇദ്ദേഹം ഒരു കച്ചവട പരിപാടിയായിട്ടാണ് വന്നത്. അപ്പോൾ കച്ചവടത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാം അദ്ദേഹം തന്നെ ആയിരിക്കണം. നമുക്ക് നാഷണൽ NGOs കോൺഫെഡറേഷൻ പണം സ്വീകരിക്കാനോ വേറെ ഒന്നിനും തയ്യാറല്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ആരംഭിച്ചത്. സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടിട്ട് ഒരു മാസങ്ങളോളമായി. അപ്പോൾ നാഷണൽ NGO കോൺഫെഡറേഷനിൽ നിന്നാണോ? നാഷണൽ NGOs കോൺഫെഡറേഷനിൽ നിന്ന് ഞാൻ രാജിവെച്ചിട്ട് മാസങ്ങളോളമായി. എനിക്ക് അതിൻ്റെ ഒരു ബോർഡ് മീറ്റിങ്ങിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. ഞാൻ പരിപൂർണമായിട്ട് രാജി സമർപ്പിച്ചിരിക്കുന്നതാണ്. അതിനുശേഷം എന്തെല്ലാം ഉണ്ടായി എന്നറിയില്ല. പക്ഷേ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ കംപ്ലൈൻറ്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ ഒരുവിധം അന്ന് പിന്നെ ഇത്രയും വലിയൊരു വോളിയൊന്നും നടന്നിരുന്നില്ല. പക്ഷേ അതിന് ശേഷമാണ് ഇത്രയും ഒരു വൃത്തികേടിലോട്ടൊക്കെ പോയത്. അതിന് ഞാൻ യഥാർത്ഥത്തിൽ ഇതിനൊന്നും യാതൊരു ഉത്തരവാദിയില്ല. അതിൽ നാഷണൽ NGOs കോൺഫെഡറേഷൻ ആരുടെയും പൈസ മേടിച്ചിട്ടില്ല. അനന്തുവിനെ എങ്ങനെയാണ് പരിചയം? ആരാണ് ഈ ഒരു ഭാഗമായി? ലാലി ഒരു 6-7 വർഷത്തിന് മുമ്പ് ലാലി വിൻസെൻ്റാണ് ഒരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇയാളെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം പിന്നെ ബന്ധം ഉണ്ടായിരുന്നില്ല. പിന്നെ NGOs കോൺഫെഡറേഷൻ രൂപീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം നമ്മുടെ കൂടെ ആകുന്നത്. NGOs കോൺഫെഡറേഷൻ രൂപീകരിച്ച ശേഷം ഈ CSR ഫണ്ട്, അതായത് 50% തുക നൽകിയാൽ 2 വീലർ, ഒപ്പം തയ്യൽ മെഷീൻ തുടങ്ങി ജീവിതോപകാരികൾ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അത്ര കൊടുത്ത കാര്യങ്ങളൊക്കെ അറിയാമോ? എത്ര പേര് കൊടുത്തിട്ടുണ്ട്? അങ്ങനെ എന്തെങ്കിലും അറിയാം? അല്ല, കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യം കൊടുത്തിട്ടുണ്ട്. അതൊന്നും CSR ഫണ്ടൊന്നും അല്ല. CSR ഫണ്ട് കിട്ടാനുള്ള യോഗ്യത അയാൾക്കോ അയാളുടെ സംഘടനയ്ക്കോ അയാൾ 4 കമ്പനിയാണ് നടത്തുന്നത്. ആ കമ്പനി മുഖാന്തരമാണ് ഇതെല്ലാം ചെയ്യണത്. അതിനുള്ള യോഗ്യതയൊന്നും അവർക്കില്ല. അത് എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും അതിനുള്ള യോഗ്യതയൊന്നുമില്ല. പക്ഷേ ഒരുപാട് 10,000-കണക്കിന് തയ്യൽ മെഷീനും 10,000-കണക്കിന് ലാപ്ടോപ്പും എല്ലാം വിതരണം ചെയ്തിട്ടുണ്ട്. 10,000-കണക്കിന് 2 വീലറും വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. CSR ഫണ്ട് കിട്ടിയില്ല എങ്കിൽ അത് പിന്നെ എങ്ങനെയായിരിക്കും? അതൊരു സാമ്പത്തിക ഇടപാടും സംശയിക്കും. ഞങ്ങളോട് അയാൾ പറഞ്ഞത് മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് ചെയ്യണമെന്നാണ്. CSR ഫണ്ടിൻ്റെ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യണമെന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. താങ്കൾ NGO കോൺഫെഡറേഷനിൽ നിന്ന് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അതിന്? അല്ല, ഇതാണ് കൃത്യതയില്ല, അതിനകത്ത് കണക്കുകളില്ല, മറ്റു കാര്യങ്ങളില്ല, നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നില്ല. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ തുടരാനായിട്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഒന്നാമത്തേനൊരു വലിയ പ്രസ്ഥാനം നടത്തുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ യാതൊരു രീതിയിലുള്ള അച്ചടക്കവും പാലിക്കാൻ തയ്യാറില്ല. ഇപ്പം എന്നെ പോലും അറിയാതെയാണ് 10-50 ലക്ഷം രൂപ മുടക്കി ലേമരേഡിയൻ വലിയൊരു സംസ്ഥാന സമ്മേളനം നടത്തി. ഞാൻ പോയില്ല, ഞാൻ അതിനു മുമ്പ് രാജിവെച്ചിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരു കുറേ തോന്നിവാസങ്ങൾ കാണിച്ചു. അപ്പോൾ അതൊന്നുമായിട്ട് സഹകരിക്കാൻ നമുക്ക് തയ്യാറില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഒഴിഞ്ഞു. സ്വാഭാവികമായി സായിഗ്രാമവുമായി ബന്ധപ്പെട്ട ആളുകളും ഒരുപക്ഷെ ഈ അപേക്ഷകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ടാവും. താങ്കൾ രാജിവെച്ച ശേഷം ആ സംഘടനകൾ അല്ലെങ്കിൽ ആ വ്യക്തികളെല്ലാം അറിയിച്ചിരുന്നോ? ഇതിലൊരു ചെറിയ സംശയമുണ്ട്. ഞാൻ രാജിവെച്ചത് യഥാർത്ഥത്തിൽ ഡയറക്ടർ ബോർഡിന് അയച്ചു, ഇയാൾക്ക് അയച്ചു, ഓഫീസിലേക്ക് അയച്ചു, പിന്നെ എല്ലാ ജില്ലാ പ്രസിഡന്റുമാരെ അറിയിച്ചു. അപ്പോൾ അറിയിച്ചു, എല്ലാവരും അറിയിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ചോദിച്ചത് ഇപ്പം സ്വാഭാവികമായി ഈ 2 വീലർ വാങ്ങാനും എല്ലാം താല്പര്യപ്പെട്ട് വന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അവരെല്ലാം ഒരുപക്ഷെ താങ്കളെ മുന്നിൽ നിർത്തി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ഫോട്ടോയിൽ പോലും താങ്കളുണ്ട്. താങ്കളെ അത്രയും അറിയാവുന്നവർ ഒരുപക്ഷെ താങ്കളെ വിശ്വസിച്ച് ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. അവരെല്ലാം അറിയിച്ചിരുന്നോ? അവരെല്ലാം അറിയിച്ചില്ല. പക്ഷേ ഞാൻ ഇവിടെ പത്രത്തിലെല്ലാം കൊടുത്തിരുന്നു. ഞാൻ രാജിവെച്ച കാര്യം പത്രദ്വാര അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത്രയെല്ലാം നമുക്ക് പറ്റുള്ളൂ. ഓരോരുത്തരെയും വിളിച്ച് പറയാൻ പറ്റില്ല. ഞാൻ ഈ പ്രസ്ഥാനമായിട്ട് ബന്ധമില്ലാന്ന് എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ താങ്കൾ ഈ മുഖ്യമന്ത്രി അടക്കം കാണുന്നതിലെല്ലാം താങ്കൾ ആദ്യഘട്ടത്തിൽ സഹായിച്ച് നൽകി? അല്ല, സഹായിച്ചല്ല. അത് നമ്മുടെ സായി ട്രസ്റ്റിൻ്റെ ചില പരിപാടിയിൽ ഇയാൾ കയറി വരികയാണ്. അല്ലാണ്ട് നാഷണൽ NGOs കോൺഫെഡറേഷൻ്റെ പ്രോഗ്രാം ആയിരുന്നില്ല അത്. നമ്മളുടെ പ്രോഗ്രാമിൽ അയാൾ ഇവിടെ ഉള്ളപ്പോഴും ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ കയറി വരികയാണ്. അല്ലാണ്ട് അതിനകത്ത് വേറെ യാതൊരു ബന്ധവുമില്ല. വേണ്ടിയല്ല കണ്ടതും. താങ്കളിപ്പോൾ അല്ല ഉമേഷ്, ഈ പ്രധാനമന്ത്രിയെ കാണുന്നതിലും സായി ട്രസ്റ്റിന്റെ പേര് ദുരുപയോഗം ചെയ്തോ ചോദിക്കാം ഉമേഷ്? പേരും മറ്റു കാര്യങ്ങളെല്ലാം ദുരുപയോഗം ചെയ്തു എന്നാണല്ലോ ഇപ്പോൾ മനസ്സിലാവുന്നത്.
നമുക്കറിയില്ലല്ലോ. ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം കണ്ണൂർ ആരോ കയറി എൻ്റെ പേര് പറഞ്ഞു, വേറെ അല്ല, കണ്ണൂരാണ്. ഇല്ല സാറേ, ഒന്നുമില്ല. ഈ പ്രധാനമന്ത്രിയെ അല്ല, ഞാൻ ചോദിച്ചത് ഈ പ്രധാനമന്ത്രിക്ക് ഒരു ഷാൾ ഈ അനന്തകൃഷ്ണ അണിയുന്ന ദൃശ്യം ഒരു ചിത്രം പുറത്തുണ്ടായിരുന്നു. എനിക്കൊന്നു പ്രധാനമന്ത്രിയെ കാണുന്നതിലും ഈ ഉമേഷ് ചോദിച്ചാൽ മതിയായിരുന്നു. അല്ല, ശ്രീ ആനന്ദകുമാർ, ഇവിടെ പ്രധാനമന്ത്രിക്ക് അനന്തകൃഷ്ണ ഒരു ഷാൾ അണിയിക്കുന്ന ഒരു ചിത്രം പുറത്തു കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു സായി ട്രസ്റ്റിന്റെ പേരിലാണെന്ന് തോന്നുന്നു പ്രധാനമന്ത്രിയിലേക്കുള്ള വാതിലും ഇയാൾ തുറന്നത്, അല്ലേ? അതെ 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 അതാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞായിരുന്നു, നമ്മൾ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളുടെ കൂടെ വരിക എന്നുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ എന്നല്ലാതെ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ കോൺഫെഡറേഷൻ രൂപീകരിക്കുന്നതിൽ ഈ അനന്തുവിന് പങ്കുണ്ടോ സാർ? ഇല്ല, കോൺഫെഡറേഷൻ രൂപീകരിക്കുന്നതും കോൺഫെഡറേഷൻ എറണാകുളം സെന്റ് തെരേസസിൽ വെച്ച് ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്തപ്പോഴൊന്നും ഇയാൾ അതിനകത്ത് ഉണ്ടായിരുന്നു. അയാളൊരു മെമ്പറായിട്ട് വന്നിരുന്നു എന്നല്ലാതെ അയാൾക്ക് വേറെ റോളൊന്നും ഉണ്ടായിരുന്നില്ല. 12,000 NGO കോൺഫെഡറേഷനുണ്ട്, 2,000-ഓളം അല്ലേ? 2,000-ഓളം മെമ്പർ. യഥാർത്ഥത്തിൽ പോർട്ടൽ വഴിയാണ് മെമ്പർഷിപ്പ് വിതരണം ചെയ്യുന്നത്. ആ പോർട്ടൽ വഴി മെമ്പർഷിപ്പ് ഒരെണ്ണം പോലും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. അതാണ് അതിന്റെ സത്യം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കോൺഫെഡറേഷനിലെ NGO-കളുടെ എണ്ണം എത്രത്തോളം ഉണ്ട് സാർ? ഞാനുള്ളപ്പോഴൊരു 200-300 NGOs ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ രാജിവെച്ചിട്ട് മാസങ്ങളായി, ഒരുപാട് മാസങ്ങളായി. പിന്നെ കുറേ അധികം NGO-കൾ ചേർന്നു. എനിക്ക് തോന്നുന്നു ഈ അനന്തകൃഷ്ണൻ തട്ടിപ്പ് വളരെ എഫക്റ്റീവായി നടപ്പാക്കാൻ NGO-കളുടെ ആ കൂട്ടമായ പുള്ളിക്ക് കിട്ടി. തീർച്ചയായിട്ടും. ഇപ്പോൾ താങ്കൾ ഒരു പ്രസ്ഥാനമായി ദീർഘനാൾ നിൽക്കുന്ന ആളാണ്. താങ്കൾ ഇപ്പോൾ അനന്തകൃഷ്ണ വാക്കുകളെക്കാൾ കൂടുതൽ താങ്കളുടെ വാക്കുകൾ വിശ്വസിച്ചു എന്നൊക്കെയുള്ള ഇന്നലെ ചില പ്രതികരണങ്ങളൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അതിനുള്ള പ്രതികരണം എന്താണ്? എൻ്റെ വാക്കുകൾ ഞാൻ അങ്ങനെ ഈ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഇറങ്ങിയിട്ട് നിങ്ങളെല്ലാവരും പണം അടയ്ക്കണമെന്നും 2 വീലർ കിട്ടുന്നൊന്നും ഞാൻ ആരുടെ അടുക്കലും പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നില്ല. വലിയ സമ്മേളനങ്ങളിൽ ഇയാൾ വിളിക്കും, മന്ത്രിമാർ ഉണ്ടാവും, ഞാനുണ്ടാവും, അല്ലെങ്കിൽ MP-മാരുണ്ടാവും എന്നല്ലാതെ ഞാനിതിനെ പ്രചോദനം ചെയ്യുന്ന രീതിയിൽ യാതൊരു കാര്യം ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. കേസിൽ പ്രതിയാണ്. അപ്പോൾ ഇനി എന്താകും അതിൻ്റെ തുടർ നിയമ നടപടികളെന്നൊരു ഊഹമുണ്ടോ? അല്ല, അവരന്വേഷിക്കട്ടെ. ഇപ്പം ഇനി അങ്ങനെയാണല്ലോ പറഞ്ഞത്. അവരന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ NGOs കോൺഫെഡറേഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണലാണെങ്കിലും നമ്മൾ 1 രൂപ മേടിച്ചിട്ടില്ല. നമ്മൾ ഇതിൻ്റെ ബാനറിൽ യാതൊരു കാര്യവും ചെയ്തിട്ടില്ല. അയാളുടെ 4 കമ്പനി, പ്രൈവറ്റ് കമ്പനികളാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത സാമ്പത്തിക ഡീലിങ്സ് എല്ലാം. അല്ലാണ്ട് വേറെ ഒരു സാമ്പത്തിക ഇടപാടോ വേറെ മറ്റൊരു കാര്യങ്ങളോ നമുക്ക് ഇതിനായിട്ട് യാതൊരു ബന്ധവുമില്ല. ചെറിയ പയ്യനാണ്, 17 വയസ്സേ ഉള്ളൂ. സാർ, 17 വയസ്സേ ഉള്ളൂ. നേരത്തെയും ഇയാൾ എന്താണ് അതിനു മുമ്പ് തന്നെ ഇയാൾക്ക് ഇടുക്കിയിൽ എന്തോ ഒരു കേസൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കോൺഫെഡറേഷൻ, മന്ത്രിയൊക്കെ ഉദ്ഘാടനം ചെയ്ത പ്രധാനപ്പെട്ട ഒരു കോൺഫെഡറേഷനിലേക്ക് ഇയാൾ വരുമ്പോൾ ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കൊന്നും അങ്ങനെ പ്രാക്ടിക്കൽ ആവില്ല, അല്ലേ? അങ്ങനെ അന്വേഷിച്ചില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ബോർഡാണല്ലോ, ഒരു 5-6 പേരടങ്ങിയ ഒരു ബോർഡാണ് നാഷണൽ NGOസിൽ രൂപീകരിച്ചിട്ടുണ്ടായത്. അപ്പോൾ ആ ബോർഡിൽ ഇയാൾ ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് ഒരുപാട് തയ്യൽ മെഷീനും മറ്റു കാര്യങ്ങളെല്ലാം ഇടുക്കി ജില്ലയെ ആസ്പദമാക്കിയിട്ട് 6 വർഷമായിട്ട് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്യണം എന്നുള്ള അയാളുടെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പം ബോർഡ് തീരുമാനിച്ചത് തീർച്ചയായിട്ടും അത് ചെയ്യണയാണെങ്കിൽ അതിൻ്റെ എല്ലാ സാമ്പത്തിക വശങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കോണം. നാഷണൽ NGOs കോൺഫെഡറേഷൻ ഇതിനെ സംബന്ധിച്ച് യാതൊരു ഉത്തരവാദിത്വമോ സാമ്പത്തിക ബാധ്യതയോ സാമ്പത്തിക കാര്യങ്ങളോ ചെയ്യൂല. നാഷണൽ NGOസിൻ്റെ അക്കൗണ്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്തിലൂടെ യാതൊരു കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടുമില്ല. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഇയാൾ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ അങ്ങനെ വിശ്വാസത്തോടെ, ഇപ്പം നേരത്തെ ഈ ആനന്ദകുമാറിൻ്റെ വാക്കുകൾ വിശ്വസിച്ചു എന്നൊരാൾ പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നു. എന്ന് പറയുന്ന പോലെ അങ്ങനെ വിശ്വാസത്തോടുള്ള മുഖങ്ങളെ അവതരിപ്പിക്കുക, ആ മുഖങ്ങളെ അവതരിപ്പിച്ച് അനന്തുവിൻ്റെ തട്ടിപ്പ് വളരെ വളരെ സമർത്ഥമായി വളരെ ഭംഗിയായി നടത്തി. അതിന് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പിന്തുണ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന പേരുകളിലൊക്കെ ഈ തട്ടിപ്പിൻ്റെ പങ്ക് പറ്റിയവരാണോ എന്ന് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഇവരൊക്കെ ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഈ പറഞ്ഞ തട്ടിപ്പുകാരൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഈ തട്ടിപ്പുകാരൻ ഇവരെയൊക്കെ വളരെ ഭംഗിയായി വളരെ സമർത്ഥം ഉപയോഗപ്പെടുത്തിയതാണോ അതോ ഇവർക്കൊക്കെ 1000 കോടി എന്നൊക്കെ പറയുന്നത് അതിന് എത്ര പൂജ്യം ഉണ്ടെന്ന് നമുക്കൊന്നും അറിഞ്ഞുകൂടാ.
അപ്പോൾ അതിൻ്റെ പങ്ക് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷണത്തിലൊക്കെ വ്യക്തമാകേണ്ടതാണ്. ഇതിനോടകം ആകെ ഫ്രീസ് ചെയ്യാൻ പറ്റിയത് 4 കോടി രൂപയുടെ അക്കൗണ്ട് മാത്രമാണ്. ബാക്കി പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എവിടെയാണ്, വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. എന്തായാലും 1000 കോടിയുടെ തട്ടിപ്പെന്നൊക്കെ പറയുന്നത് ചില്ലറ തട്ടിപ്പല്ല, അത് വലിയ തട്ടിപ്പാണ്. അന്വേഷണം പുരോഗമിക്കട്ടെ.